Very good. Welcome. Good. ലീഡർ കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ടു. കോൺഗ്രസിനെ മുച്ചൂട് മുടിച്ച് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് മുക്ത ഭാരതമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത BJP-യിലേക്കാണ് പോയത്. ലീഡറുടെ മകൾ എന്ന് പരിഗണിച്ച് എതിർക്കാതിരുന്ന, സ്നേഹബഹുമാനം നൽകി പിന്തുണച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് ഷോക്ക് നൽകിയാണ് ആ പോക്ക്. ലീഡറുടെ മകൾ എന്നതല്ലാതെ എന്തുണ്ട് രാഷ്ട്രീയത്തിൽ പത്മജയ്ക്ക് അഡ്രസ്സായി? അങ്ങനെ എടുത്തു പറയാൻ ഒന്നുമുണ്ടായില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. 2004 മുകുന്ദപുരത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ച് ലോനപ്പൻ നമ്പാടനോട് തോറ്റു. 2016 2021 അന്ന് വരെ ഉറച്ച സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ച് തോറ്റു. സംസ്ഥാന കോൺഗ്രസിലെ നേതൃപദവികളിലേക്കും അവരോധിതയായെങ്കിലും അവരുടെ ശബ്ദമേ കേട്ടിട്ടില്ല കേരള രാഷ്ട്രീയം ഏറെയൊന്നും. പാർട്ടി വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നതാണ് പത്മജയുടെ ഇപ്പോഴത്തെ പരാതി. അല്ല, BJP ജോയിൻ ചെയ്യാൻ അടുത്ത് തന്നെ എടുത്തില്ല. പക്ഷെ ഈ പാർട്ടിയിൽ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി എടുത്ത തീരുമാനമാണ്. കാരണം ഇവര് പറയില്ല എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ. അതൊക്കെ എത്ര മാത്രം എന്നെ ഇട്ടിട്ട് നടത്തി എന്നെ നാണം കെടുത്തിയിട്ടൊക്കെയാ. എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ വൈസ് പ്രസിഡന്റായിരുന്ന എന്നെ നേരെ താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ലീഡർഷിപ്പിലെ ഒരാളെ ഞാൻ പറ്റി കംപ്ലൈന്റ് പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല. അതുകൊണ്ട് ആൾക്ക് കൊടുക്കണ്ട, എന്നാ പിന്നെ ഞാനും വേണ്ട. അവരെയും എന്നെയൊക്കെ കമ്പയർ ചെയ്യുക ഒരേ മാതിരി എന്ന് പറയുമ്പോ അതെന്നെ ഒരു അപമാനമാണ്. എന്നാലും ഞാൻ പോട്ടെ, ഞാൻ മിണ്ടിയില്ല. 3 കൊല്ലം വെറും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാൻ പറഞ്ഞ തൃശ്ശൂര് ഒരു പോസ്റ്റ് വെച്ചാൽ പോലും അവിടെ പത്മജ ഉണ്ടാവില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ എന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അറിയാം. എന്നിട്ട് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ ഈ ഒരു അവഗണന? എല്ലാവരും ആകെ ഞാൻ പറഞ്ഞില്ല, എന്നോട് ഇച്ചിരി സിമ്പതി കാണിച്ചത് ആകെ KPC പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. KPC പ്രസിഡന്റ് എന്നെ പലപ്പോഴും സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പോലും പല സമയത്തും നിസ്സഹായനായി പോണത് ഞാൻ കണ്ടു. അപ്പൊ അല്ലാണ്ട് വേറെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളുടെ എതിരെ നിന്ന് അപമാനിക്കലായിരുന്നു. ഞാൻ എല്ലാം സഹിച്ചു നിന്നു എന്റെ അച്ഛന്റെ മന്ദിരം പണിയെന്നുള്ളൊരു ആഗ്രഹത്തില്. കേരള രാഷ്ട്രീയത്തെ 5 പതിറ്റാണ്ടോളം നിയന്ത്രിച്ച കോൺഗ്രസിലെ തലപ്പൊക്കമാണ് കെ കരുണാകരനും AK ആന്റണിയും. മകൾ BJP-യിലേക്ക് ചേക്കേറുമ്പോൾ അതേക്കുറിച്ച് പറയാൻ ലീഡർ ജീവിച്ചിരിപ്പില്ല. മകൻ അനിൽ ആന്റണി എതിർപ്പാളയം ചേർന്നതോടെ AK ആന്റണിയും മഹാമൗനത്തിലായി. മകൻ അച്ഛന്റെ വാ അടപ്പിച്ചെന്ന് തന്നെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ശ്വാസമുള്ളതുവരെ BJP-യുടെയും RSSന്റെയും ഈ തെറ്റായ വിനാശകരമായ നയങ്ങൾക്കെതിരെ ഞാൻ ശബ്ദമുയർന്നു. പത്മനാഭ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാർട്ടിക്ക് വളരെ ഗുണകരമായിരിക്കും. വളരെ ദശാബ്ദങ്ങളായി കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഒരുപാട് പ്രവർത്തിച്ച ഒരു വനിതയാണ്. വലിയ പാരമ്പര്യമുള്ളൊരു നേതാവാണ്. ഇങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിക്ക് മുതൽക്കൂട്ടാകും. അനിലിന് പിന്നാലെ പത്മജ കൂടി കൂടുമാറുന്നത് പേരിനെങ്കിലും BJP-ക്ക് ലോട്ടറിയാണ്. ധാരാളം ആളുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും BJP-യിൽ ചേരുകയാണ്. കേരളത്തിലും നിരവധി ആളുകൾ, നേരത്തെ പരിണതപ്രതിജ്ഞനായിട്ടുള്ള ശ്രീ AK ആന്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ BJP-യുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീഡർ കെ കരുണാകരൻ ആശ്രിത വത്സലനാണ്. ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും. മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ.
കെ മുരളീധരന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ ലീഡർ കേൾക്കേണ്ടി വന്ന പഴി പക്ഷേ പത്മജിയുടെ കാര്യത്തിലുണ്ടായില്ല. സത്യത്തിൽ പത്മജിക്ക് തളികയിൽ വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയം നീട്ടിയതെല്ലാം ലോട്ടറിയായിരുന്നെങ്കിലും ഒരിക്കലും അവർക്ക് ബമ്പർ പ്രൈസ് അടിച്ചില്ല. ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ്. ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല. പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല, അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതാവുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. ഇതിനെ ചതി എന്നല്ലാണ്ട് എന്താ പറയുക? അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിൽ സഹോദരി സ്നേഹം ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും. പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കവുമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. ഞാൻ മുരളിയേട്ടന്റെ മാതിരി പല പാർട്ടി പോയി വന്ന ആളല്ല. ഞാൻ ഈ പാർട്ടിയിൽ ജനിച്ചപ്പോ തൊട്ട് ഇത്രയും വയസ്സ് വരെ നിന്ന ഒരാളാണ്. എന്റെ അച്ഛൻ പോയിട്ട് പോലും ഞാൻ പോയിട്ടില്ല. എന്നെ പറയാൻ മുരളിയേട്ടന് ഒരു ഇതില്ല. ബാക്കി ആരും വേണേ പറഞ്ഞോട്ടെ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ അന്ന് വരെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ആന്റണി മുഖ്യമന്ത്രി. AKക്കെതിരെ സർവായുധവുമെടുത്ത കെ കരുണാകരൻ. ഇന്ന് CPMന് ഡൽഹിയിൽ അനുഗ്രഹമായ KV തോമസ് എന്ന ലീഡറുടെ വിശ്വസ്തൻ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. കൂടുതൽ മന്ത്രിമാർ തന്റെ ഗ്രൂപ്പിന് വേണമെന്ന ശാഠ്യത്തിന് ഇടയിലൂടെ മകൾ പത്മജ ആദ്യമായി പൊതുപ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. സർവ്വ സുഖ സൗകര്യങ്ങളുമുള്ള KTDC ചെയർപേഴ്സണായി. പിന്നീട് ലീഡറും മകനും ഒന്നിച്ചപ്പോഴും പാർട്ടി വിട്ട് DIC രൂപീകരിച്ചപ്പോഴും കെ കരുണാകരൻ കോൺഗ്രസിലേക്ക് മടങ്ങുമ്പോഴുമെല്ലാം താരതമ്യേന അപ്രസക്തയോ നിശബ്ദയോ ആയിരുന്നു പത്മജ. കെ കരുണാകരനെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുവെങ്കിലും മകൻ കെ മുരളീധരന് NCPയിൽ തുടരാനായിരുന്നു ഏറെക്കാലം വിധി. കലാപകലുഷിതമായ ലീഡർ നീക്കങ്ങൾക്ക് ശേഷം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഒരു ദശാബ്ദത്തിന് ഇപ്പുറം. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പണ്ടൊരിക്കൽ ലീഡർ പറഞ്ഞിട്ടുണ്ട്, എന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയെന്ന്. പക്ഷേ അത് VS ഉൾപ്പെടെ വീണുപോയ സ്വന്തം പാർട്ടിയിലെ വാരിക്കുഴിയെക്കുറിച്ചായിരുന്നു. 9:30 മണിക്ക് ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത ദ്രോഹം ഇവർക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പത്മജ പറയുന്നത് എന്നെ പിച്ചി മാന്തി എന്ന സ്റ്റൈലിൽ കണ്ടാൽ മതി. കാരണം പത്മജ മത്സരിച്ചു തോറ്റ തൃശൂർ കോൺഗ്രസിന്റെ ഉറച്ച സിറ്റിംഗ് സീറ്റായിരുന്നു. 1991, 96, 2001, 2006, 2011 വർഷങ്ങളിൽ തുടർച്ചയായി 5 വട്ടം വിജയിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ. അവിടെയാണ് 2016 പത്മജയുടെ 6987 വോട്ടിന് VS സുനിൽകുമാറിനോടുള്ള തോൽവി. BJPയിലെ ഗോപാലകൃഷ്ണന് അന്ന് കിട്ടി 24,748 വോട്ടും. എനിക്ക് കോൺഗ്രസ് അർഹമായ എല്ലാ പരിഗണനയും തന്നു എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ചിരി വരുന്നു. ശരിയാണ്, ആദ്യം സീറ്റ് തന്നപ്പോ 20 പേരിൽ 19 പേരും കോൺഗ്രസ് തോറ്റ സമയം എനിക്ക് തന്നത്. ഞാൻ ഒരാളായിട്ട് ജയിക്കാനുള്ള ഇതൊന്നും അന്ന് ആകെ ചെയ്യാമത് മാത്രമേ ജയിച്ചുള്ളൂ. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഇലക്ഷൻ സീറ്റ് തന്നപ്പോ ഇടതുപക്ഷ തരംഗം. എന്നിട്ടും ഞാൻ ഈ ലാസ്റ്റ് ഇലക്ഷന് ഞാൻ ജയിച്ചേനെ. പക്ഷെ 2 ഇലക്ഷനും എന്നെ തോപ്പിച്ച് ഞാൻ വ്യക്തമായിട്ട് ലിസ്റ്റ് എന്നെ വല്ലാണ്ട് പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് അങ്ങ് തരാം. എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ 2004 മൂന്നാപുരത്ത് മത്സരിക്കുമ്പോൾ 999 അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിലാണ്
പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1.5 ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ഈ വോട്ടൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലിൽ വന്നു. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 12,000 പരം വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു. 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു. ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുവാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ ഏൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവുമില്ല. AK ആന്റണിയുടെ മകൻ പോകുന്നെങ്കിൽ പോകട്ടെ, അയാൾക്ക് കോൺഗ്രസുമായി എന്ത് ബന്ധം? ആ കോൺഗ്രസ് മറുപടി പക്ഷേ പത്മജ താമരയിൽ അലിയുമ്പോൾ മതിയാകില്ലല്ലോ. ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി, KTDC ചെയർപേഴ്സൺ, സമീപകാലത്ത് KPCC വൈസ് പ്രസിഡന്റും രാഷ്ട്രീയകാര്യ സമിതി അംഗവും. അങ്ങനെ പരമോന്നത നേതൃപദവികളിൽ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിരുന്നു പത്മജ. പിന്നെ പത്മജയ്ക്ക് ഇതെന്തുപറ്റി? അർഹിച്ചതിലും കൂടുതൽ കിട്ടിയില്ലേ? പത്മജയെ കോൺഗ്രസ് ഉപദ്രവിച്ചോ? BJPയിലേക്ക് ചേക്കേറുമ്പോൾ ഉയരുന്ന നിഷ്കളങ്ക രാഷ്ട്രീയ ചോദ്യങ്ങളാണിത്. തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കരുണാകരൻ്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കരുണാകരൻ, കോൺഗ്രസ് വിട്ടേക്കൂ, കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, BJPക്ക് കിട്ടാൻ പോകുന്നത് അധികത്തിൽ ഒരു വോട്ടും ഇല്ല എന്ന് പറയുന്നില്ല, ഒരു വോട്ട് കൂടിയാണ്. അത് പത്മജയുടെ വോട്ടാണ്. ദയവ് ചെയ്ത് ഇനി കരുണാകരൻ്റെ മോള് എന്ന് പറയരുത്. ഇനി കരുണാകരൻ്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയുന്ന സാഹചര്യം ഉണ്ടാകും. പത്മജ മറന്നുപോയൊരു ചരിത്രമുണ്ട്. 1967 കാലം. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതാ കേരനാട്ടിൽ തീർന്നുപോയി എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഫലം. ആകെ 9 സീറ്റുകൾ മാത്രം. പത്മജയുടെ പിതാവ് ഉൾപ്പെടെ അന്നത്തെ കാലത്ത് ഒരു അംബാസഡർ കാറിൽ കയറാനുള്ള അത്ര അംഗബലമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന്. അവിടെ നിന്ന് അധികാരത്തിലേക്ക് പലതവണ ചവിട്ടിക്കയറാൻ പാർട്ടിയെ പ്രാപ്തനാക്കിയിട്ടുണ്ട് ലീഡർ. ചില്ലറ നേട്ടത്തിന് പാർട്ടി വിടുമ്പോൾ പത്മജ മറന്നുപോയതും ആ ലെഗസിയാണ്. ഫോർ ദി ഫസ്റ്റ് ടൈം ഐ ആം ചേഞ്ചിങ് എ പാർട്ടി ബിക്കോസ് I was not happy with Congress party for so many years, especially last assembly election. So I complained in the high command, but there is no response. So many times. And I came to see the leadership 2 or 3 times. They didn't give me an appointment. My father had same experience that I think, because I was with my father for last 17 years, because my mother was no more. Modi ji is very strong. He's a very strong leader. That's the only reason I came to this party. പത്മജ BJPക്കായി സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ ചലനമെല്ലാം കേന്ദ്രീകരിക്കുക തൃശ്ശൂരിലാകും. പ്രത്യേകിച്ച് വിജയം മാത്രം തേടി ഇക്കുറി BJPക്കായി സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ പ്രത്യേക താൽപര്യമെടുക്കുമ്പോൾ, അപകട സാഹചര്യം തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വവും കരുതലിലാണ്. എല്ലാം നമുക്ക് കണ്ടു കാണാം. ഗുരുവായൂരപ്പനും ലീഡറുമാണ് സാക്ഷി, ജനങ്ങളുമാണ് സാക്ഷി. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഡിവോട്ടിയാണ്, വിശ്വസ്തനാണ്. എല്ലാം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പത്മജയ്ക്ക് സ്വന്തം നിലയിൽ വലിയ ശക്തിയില്ലെങ്കിലും കരുണാകരന്റെ മകൾ പോലും മാറി ചിന്തിച്ചു എന്ന പ്രചാരണത്തെ ഗൗരവത്തിൽ പ്രതിരോധിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ വളരെ സ്നേഹവും വാത്സല്യവും പറയുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റും കേട്ട് വേണ്ടപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊടുത്ത ഒരു ബന്ധമാണ് അവരുമായി ഞങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവർ പോയതിൻ്റെ അകത്തുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്. AK ആന്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോയി? ഏതെല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി,
അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ BJP യും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും BJP യിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത്. പൂങ്കുന്നത്ത വീട്ടിൽ കെ കരുണാകരനുണ്ട്. അദ്ദേഹത്തിന്റെ സ്മൃതി കോൺഗ്രസിന് മാത്രമുള്ള ഊർജവുമായിരുന്നു. ലീഡർ അന്ത്യവിശ്രമം കൊള്ളുന്ന വീട് താമരത്തട്ടകമാക്കുമോ പത്മജ? പേര് മുരളീ മന്ദിരമെങ്കിലും അവകാശി പത്മജയാണ്. ഞങ്ങൾ വരാറുണ്ട്, എല്ലാ വർഷവും ഞങ്ങളിവിടെ വരും. ഇനി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഈ മണ്ണിൽ ചവിട്ടാൻ പറ്റില്ല. കരുണാകരൻ ഞങ്ങളുടെ സ്വന്തമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി BJP-ക്കാരെ ഏറ്റെടുക്കില്ലേ? ഇത് കൂട്ടി അവർ കൊണ്ടുപോയ പിന്നെ ഞങ്ങൾക്ക് ഇതിൽ വരാൻ പറ്റുമോ? അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യയിൽ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ചു നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി അധ്യായങ്ങളിലെല്ലാം പൂങ്കുന്നത്തെ അടഞ്ഞ വാതിലിനുള്ളിലെ ചർച്ചകൾ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചിരുന്നു. പത്മജ പാർട്ടി വിടുമ്പോൾ ആ ചരിത്രം കൂടിയാണ് മുറിയുന്നത്. എല്ലാത്തിനും മൂകസാക്ഷിയായി ലീഡർ സ്മൃതി മണ്ഡപവും.